മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിഞ്ഞു, വണ്ടിക്കകത്ത് കാലിങ്ങനെ വെച്ചു. ഈ നിമിഷം വരെ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം. പേര് സിൽവി എബ്രഹാം. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. ഒരു വർഷം മുമ്പേ ഞാൻ ഖത്തറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഖത്തറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മ സീരിയസ് ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിൽ, അമ്മയ്ക്ക് കാർഡിക് അറസ്റ്റ് എപ്പോൾ ഏത് സമയത്തും നടക്കും, ഡോക്ടേഴ്സ് വിധി പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഓടി റിസൈൻ ചെയ്ത് വന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ഒരു മാസമായിട്ട് റിസൈൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ഈ തൊണ്ടയിൽ ഇവിടെ ഭയങ്കര അധികമായിട്ട് എനിക്ക് തുപ്പൽ പോലും ഇറക്കാൻ പറ്റത്തില്ല. അതിസീവിയർ പെയിൻ പറഞ്ഞാൽ ഒരു വെള്ളം പോലും ഫുഡ് പോലും എനിക്ക് കഴിക്കാൻ വയ്യാത്തൊരു സ്റ്റേജായിരുന്നു. ഈ നെർവ്സ് എല്ലാം ചുരുങ്ങി പോയ പോലെ. അപ്പോൾ എൻ്റെ മോള് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ വലിയൊരാൾ, അവൾ എന്നോട് പറയും, മമ്മി ഇത് ഒരു സിക്നസ്സാണ്. അവൾക്കെല്ലാം അറിയാം എൻ്റെ സിക്നസ്സിനെ പറ്റി. ഞാൻ ഒത്തിരി പേടിച്ച് പോയില്ലെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകത്തില്ല. ഈശോവേ, അമ്മേ നീ മാത്രം എനിക്ക് സുഖപ്പെടുത്തിയാൽ മതി വെച്ച് ഞാൻ കറങ്ങി അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി കൊച്ചി എയർപോർട്ടിലോട്ട് വരുന്ന സമയത്തും ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് പോലും എനിക്ക് അതിഭയങ്കര വേദനയും തുപ്പൽ പോലും എനിക്ക് ഇറക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. ഞാൻ ഭയങ്കര പേടിച്ച എയർപോർട്ടിൽ ഇറങ്ങി. ആ സമയത്ത് കോവിഡ് പ്രോട്ടോക്കോൾ കാരണം നമുക്ക് അവിടുത്തെ ടാക്സിയിലേ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ ആ ടാക്സിക്കാരനോട് ചോദിച്ചു, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? കൃപാസ്ഥാനം പള്ളി വരുമ്പം പ്ലീസ് അവിടെ ഒരു മിനിറ്റ് എനിക്ക് നിന്ന് തരാമോ? അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല അവിടെ. ലേക്കിൻ ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു, അമ്മാമ്മേ ഞാൻ നിന്ന് തരാം, പള്ളി വരുമ്പോൾ അമ്മാമ്മേ ഞാൻ വിളിക്കാം. പള്ളി വന്നപ്പം അയാൾ എന്നെ വിളിച്ചു. അമ്മാമ്മേ പള്ളി വന്നു. ഞാൻ പള്ളിയിൽ ഇവിടെ എല്ലാം ബ്ലോക്കായിരുന്നു. രാവിലെ 5 മണിയുടെ സമയമാണ്. ഞാനിവിടെ വെളിയിൽ നിന്ന് മാതാവിൻ്റെ ആ സ്റ്റാച്യൂവിൽ നിന്ന് പറഞ്ഞു, അമ്മേ എൻ്റെ തൊണ്ടയിൽ അസ്വസ്ഥ, അമ്മ അറിയുന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ മമ്മിയെ നോക്കാനാണെന്നുള്ള വരും. ഞാൻ എങ്ങനെ നോക്കും മമ്മി? എനിക്ക് ചോറ് പോലല്ല ഒരു വെള്ളം പോലും ഇറക്കാൻ പറ്റത്തില്ലല്ലോ മാതാവേ വെച്ച് ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിഞ്ഞു, വണ്ടിക്കകത്ത് കാലിങ്ങനെ വെച്ചു. ഈ നിമിഷം വരെ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷം ഒരു വർഷം കഴിഞ്ഞു. എൻ്റെ വേദനയോ എൻ്റെ അസ്വസ്ഥ എങ്ങോട്ട് മാറിപ്പോയി. എനിക്ക് ആ നിമിഷം മാതാവ് സൗഖ്യപ്പെടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെ എനിക്ക് ആ ബുദ്ധിമുട്ടോ പ്രയാസം ഞാൻ അനുഭവിക്കുന്നില്ല. അതുപോലെ എൻ്റെ മരുമോന് ഒരു വർഷമായിട്ട് അവൻ ജെറ്റ് എയർവേസിൻ്റെ മാനേജറായിരുന്നു. ജെറ്റ് എയർവേസ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു, പൂട്ടി, അവൻ്റെ ജോലി പോയി. ആകെ 2 വർഷമായിട്ട് അവന് ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, അമ്മേ വരി ഒരുക്കി തരണമേ. ആ സമയത്ത് കോവിഡ് പ്രമാണം ഒരു ജോലിക്കും ഒരു കാരണവശാലും ഒരു ജോലി കിട്ടത്തില്ല ഗൾഫ് സ്റ്റേജിൽ. ഞങ്ങൾ ഒത്തിരി കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അതിശയമായിട്ട് മാതാവിൻ്റെ മരുമോന് ഹൈ പോസ്റ്റിൽ ഖത്തർ എയർവേസിൻ്റെ ഒരു ഹൈ പോസ്റ്റിൽ ജോലിയും കൊടുത്തു. കഴിഞ്ഞ മാസം ഞങ്ങൾ ഓർക്കാത്ത സാലറി, ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിക്കാത്തൊരു സാലറി അവരിങ്ങോട്ട് പറഞ്ഞ് തന്നു. എല്ലാത്തിനും മാതാവിന് 1000 വട്ടം നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പൈൽസിൻ്റെ അസുഖമായിട്ട് ഞാൻ ഭാരപ്പെടുമായിരുന്നു, അതും എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നു. ഈ നിമിഷം വരെ ഓരോ കാര്യം മാതാവ് എന്നെ വഴി നടത്തുന്നുണ്ട്. ഓരോ കാര്യം ഞാൻ അമ്മയെ വിളിക്കുമ്പം അമ്മ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ചില സമയത്ത് മാതാവിൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നിരിക്കുന്ന സമയത്ത് മുല്ലപ്പൂര മണം ഇങ്ങനെ കാണാറുണ്ട്. എന്നെ സുഗന്ധ ധൂപ അപ്പം ഞാൻ എൻ്റെ മെയ്ഡിനോട് ചോദിക്കും, നീ എവിടെയെങ്കിലും പെർഫ്യൂം ഇട്ടിട്ടുണ്ടോ, എന്തുവാ ഇത്രയും മണം വരുന്നത്? അപ്പോൾ അവൾ എന്നോട് പറയും, നോ മാം, ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല. അതുപോലെ സുഗന്ധ ധൂപ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ എൻ്റെ അമ്മയ്ക്ക് ഓൺ ദ സ്പോട്ട് ഡെത്ത് ആവും ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്തതാണ്. ഞാൻ കണ്ണുനീരോടെ മാതാവിനോട് പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ റിസൈൻ ചെയ്ത് വന്നതാണ്. എൻ്റെ അമ്മയെ നോക്കാൻ എനിക്ക് ഇടത്തരണമേ. അമ്മയെ എടുക്കല്ലേ, എത്രയും പെട്ടെന്ന് മാതാവ് എടുക്കല്ലേ എൻ്റെ അമ്മയെ നോക്കുവാൻ ഇന്നിപ്പം 1 വർഷം കഴിഞ്ഞു. എൻ്റെ അമ്മയെ നോക്കുവാൻ മാതാവ് എനിക്കൊരു അവസരം തന്നു. ഇന്ന് എൻ്റെ അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വീട്ടിൽ കിടക്കുവാൻ ഞാൻ അമ്മയെ വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ മാതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഓർക്കുന്നുണ്ടോ ഏത് ലോക്ക്ഡൗൺ സമയത്ത് എപ്പോഴാണ് ഡേറ്റിലാണ് വന്നെന്ന് ഓർക്കുന്നുണ്ടോ കൃപാസനത്തിൽ വന്നത്? ഞാൻ ഓഗസ്റ്റ് 28 വന്നത്. ഓഗസ്റ്റ് 28